കീമോതെറപ്പി എന്താണ്, അല്ലെങ്കിൽ കീമോതെറപ്പി ക്യാൻസർ രോഗത്തിന് വേണ്ടി വരുമോ എന്നൊക്കെ ചോദ്യം കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കീമോതെറപ്പി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ക്യാൻസറിൻ്റെ അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന മെഡിസിൻസ് എന്ന കീമോതെറപ്പി എന്ന് പറയും. മെഡിക്കൽ സയൻസിൽ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നിന് ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയും, ഡയബറ്റീസ് മെഡിക്കേഷൻസിന് ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയും. അതേപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിൻസിനാണ് കീമോതെറപ്പി എന്ന് പറയുന്നത്. ഈ കീമോതെറപ്പി മെഡിസിൻസ് ഇഞ്ചെക്ഷൻ ഫോമിലും ഓറൽ ടാബ്ലറ്റ് ഫോമിലും വരും. എല്ലാ കീമോതെറപ്പി മെഡിക്കേഷൻസ് ഓറൽ ടാബ്ലറ്റ് ഫോമിൽ വരത്തില്ല, മിക്കതും ഇഞ്ചെക്ഷൻ ഫോമിലാണ്. ഇഞ്ചെക്ഷൻ സെലൈനായിട്ടാണ് ഞങ്ങൾ കീമോതെറപ്പി കൊടുക്കാറുള്ളത്. പിന്നെ കീമോതെറപ്പി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഈച്ച് ആൻഡ് എവറി കേസിൽ വേണ്ടി വരുന്നില്ല. ചില ഏർലി സ്റ്റേജ് കേസസിൽ നമുക്ക് സർജറി കഴിഞ്ഞാൽ കീമോതെറപ്പീൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ചില കേസസിൽ സ്റ്റേജ് അനുസരിച്ചും ഓർഗൻ അനുസരിച്ചും സർജറിൻ്റെ മുമ്പോ സർജറി കഴിഞ്ഞോ കീമോതെറപ്പീൻ്റെ ആവശ്യം വരുന്നതാണ്. അതിൻ്റെ ആവശ്യം വരുന്നത് കീമോതെറപ്പി ക്യാൻസറിൻ്റെ റിക്കറൻസ് വരാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ക്യാൻസർ മൊത്തമായി ക്യൂറായി ക്യാൻസർ ഫ്രീ ആവാൻ വേണ്ടിയാണ് നമ്മൾ കീമോതെറപ്പി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കൊളോൺ ക്യാൻസർ സ്റ്റേജ് 3ൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% കേസസിൽ മാത്രമേ ക്യൂർ ആവത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ആ സർജറി കഴിഞ്ഞ് കീമോതെറപ്പി ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ ക്യൂർ ആവുന്ന കേസസ് 50% കൂടി 75 to 80% വരെ മൊത്തമായി ക്യൂർ ആവും. അതുകൊണ്ടാണ് കീമോതെറപ്പി ക്യൂർ ആക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടാണ്.